Hello everyone, welcome back to another vlog. So in today's video I'm going to show you my day in my life after my office. So ഇന്നിപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്ന് യൂഷ്വലി ഇറങ്ങുന്നത് ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങും. പക്ഷേ ഞാൻ പിക്ക് ആൻഡ് ഡ്രോപ്പിനായതുകൊണ്ട് വണ്ടി വന്ന് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആകും. പക്ഷേ ഇന്ന് എനിക്ക് ഓഫീസിൻ്റെ കൊളീഗിൻ്റെ വക ലിഫ്റ്റ് കിട്ടി. സോ ഞാൻ ആ വണ്ടിയിലാണ് അവരുടെ കൂടെയാണ് വന്നത്. ഇത് ജബേൽ പാലസിൻ്റെ അതിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ പീകോക്സ് ഉണ്ട്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അതൊക്കെ ബ്ലർ ഔട്ട് ആയിപ്പോയി. അപ്പോൾ എനിക്ക് അത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഇനി അടുത്ത എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. അടുത്ത ദിവസമെങ്കിലും പിന്നെ ഡിന്നറും ചെയ്യണമല്ലോ. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെ വലിയ ടാസ്ക്. സോ ഇന്ന് ഞാൻ ഫിഷ് കറി കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. സാധാ ഫിഷ് കറി, മുളകിട്ട ഫിഷ് കറിയാണ് ഞാൻ കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് നാളത്തേക്കുള്ള ദോശമാവിന് അരച്ച് വെക്കണം. അപ്പം അരിയും ഉഴുന്ന് ഞാൻ വെള്ളത്തിട്ടിട്ടാണ് പോയത്. സോ അതങ്ങനെ. പിന്നെ ഞാൻ ഒരു സൈഡിൽ വൻപയർ വേവിച്ചിരുന്നു, പയർ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അതും ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി കിങ് ഫിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ എല്ലാത്തരം ഫിഷസൊന്നും കഴിക്കത്തില്ല, കുറച്ച് ഫിഷസ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിലൊന്നും കിങ് ഫിഷാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ വഴറ്റി, എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു, കുറച്ച് മല്ലിപ്പൊടിയെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ കുടംപുളിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചു. അപ്പം ഇതിനകത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കളറിങ്ങനെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണ കുപ്പി സൈഡിൽ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ, അത് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ചൂട് തട്ടിയിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഫിഷ് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ബോയിലായതിന് ശേഷം ഫിഷിൻ്റെ പീസസ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച പീസസ് എല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അത് കുക്ക് ചെയ്യണം. എൻ്റെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1 hour എടുക്കും, 1.5 hour എടുക്കും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങുമ്പോഴത്തേക്കും കുറച്ച് സമയം കൂടെ ആവും. അപ്പോൾ ഇത് പിന്നെ ഞാൻ കുറച്ച് പ്രോൺസ് വാങ്ങി ക്ലീൻ ചെയ്ത് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എനിക്ക് നാളത്തേക്കിന് ലഞ്ചിനും കൂടെ ഉള്ളതാവും. അപ്പം അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന പയറില്ലേ, അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും ചെറിയുള്ളി, സവാള, മുളക്, കരിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടെടുത്ത് പയറും കൂടി ഇട്ട് കഴിഞ്ഞ് അത് സെറ്റായ സൂപ്പർ റെസിപ്പിയാണ്. മമ്മി ചെയ്യുന്ന കണ്ട് പഠിച്ച റെസിപ്പിയാണത്. അപ്പം ഒരു സൈഡിൽ എൻ്റെ മീൻ കുക്കായിക്കൊണ്ടിരിക്കുന്നു, അടുത്ത സൈഡിൽ പയറിനുള്ള സാധനങ്ങൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ചെയ്യും കേട്ടോ. കാരണം ഒന്നാമത് ഞാൻ ടയർഡായിട്ടാണ് ഓഫീസിൽ നിന്ന് വരുന്നത്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വീക്ക്ലി വൺസ് ആണ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് ഇങ്ങനെ മോട്ടിവേഷൻ എടുത്തെടുത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക എവറി ഡേ. അപ്പം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പൊടികൾ, നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ ഇട്ടു. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി എടുത്ത് അതിലേക്ക് ഇടണം. ഓക്കെ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം മൊത്തം പറ്റിച്ചെടുക്കുമ്പം പയർ കറി റെഡിയായി. കറിയല്ല, ഡ്രൈ ആയിട്ട് എടുക്കും. അങ്ങനെയാണ് എനിക്കിഷ്ടം. കറീനേക്കാൾ എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ അതും കൂടെ. എന്നിട്ട് കുറച്ച് കുരുമുളക്, ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന കുരുമുളകാണ്. അപ്പോൾ അതും കൂടെ, കുരുമുളകാണ് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പം കുറച്ചധികം കുരുമുളക് ഇട്ടാൽ നല്ലതാണ്. കാരണം നമ്മൾ വേറെ മുളകൊന്നും ചേർക്കുന്നില്ല. സോ കുറച്ച് കുരുമുളക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെച്ച് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും പയറും റെഡി. അപ്പം മറ്റേ സൈഡിൽ കൂടെ ഫിഷ് കറി റെഡി ആവാറായി. അപ്പം കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് ആവശ്യത്തിന് വേണ്ട കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കും ഫിഷിനെ. അധികം ലിക്വിഡല്ല, എന്നാൽ അധികം പറ്റി പോകാതിരിക്കുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കും. അപ്പോൾ അത് രണ്ടും അവിടെ കുക്കായിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ ഒരാളിവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഞാൻ അടുക്കളയിൽ പോയി. എന്നിട്ട് അത് ഒന്ന് എനിക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടി ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡ്രൈ ആവില്ല, കുറച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയെടുക്കുമ്പോഴത്തേക്കിനും സെറ്റാവും. അപ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് വയ്ക്കണം, പിന്നെ എനിക്ക് പ്രോൺസ് വറക്കണം. അത്രയും കൂടെ ഉള്ളൂ. ഇനി അടുത്ത് ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം കൊണ്ട് എടുത്ത് ഒറ്റയടിക്ക് ഞാൻ വറുത്തെടുക്കും. അതിന് ഞാൻ അധികം ഓയിലൊന്നും യൂസ് ചെയ്യത്തില്ല. കുറച്ച് ഓയിൽ ഇട്ടിട്ട് പ്രോൺസ് ഫുൾ ഇടും. എന്നിട്ട് ഞാനത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്യും. അപ്പോൾ അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് കുക്കായി കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ലിഡ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അധികം ഓയിലും വേണ്ട, എന്നാൽ നല്ല റോസ്റ്റ് ചെയ്ത പോലത്തെ ഒരു
ഇതിൽ കിട്ടുകയും ചെയ്യും. അത് അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണം. അധികം ഓയിലിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ. അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടി വരും. അപ്പോൾ എൻ്റെ ഫിഷ് കറി റെഡിയായി. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാനത് അടച്ചു വയ്ക്കും. അപ്പോൾ അതവിടെയായി. ഇപ്പുറത്ത് പ്രോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇട്ടൊന്ന് പറ്റണം. പിന്നെ ഞാൻ കുറച്ച് അരി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് വിസിലടിച്ച് ഞാൻ എടുക്കും. ഞാൻ കുത്തരിയല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ ചെറിയ അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫിഷ് കറി റെഡി. യമ്മി ഫിഷ് കറി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ പ്രോൺസ് കുറച്ചും കൂടി ഇനി വറ്റാനുണ്ട്. ഇനി ഇത് ഞാൻ ലിഡൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതാ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു ഇതാണ് പ്രോൺസ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം ആയി. ഇനിയിപ്പോൾ എനിക്ക് ചോറ് മാത്രം വെന്താൽ മതി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അതാണ് നമ്മുടെ യൂഷ്വലി ഒരു ഈവനിങ് വ്ളോഗ്. ഓഫീസ് കഴിഞ്ഞ് വന്ന ആളുടെ പരിപാടി ഒരു 1 to 2 hours എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വെറുതെ കുറച്ച് നേരം TV കാണും. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. സോ ഇതാണ് നമ്മുടെ ഫിഷ് കറി, ചോറ്, പിന്നെ പയർ, പ്രോൺസ്, അതേ ഉള്ളൂ. പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അരി അരച്ച് വെക്കണം ദോശയ്ക്കുള്ളത്. അതും കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പോവാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അതായത് ഒരു ഈവനിങ് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ നാളെ രാവിലത്തേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ സീ യു സൂൺ ഇൻ അദർ വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.